ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഇൻട്രാഡേയിൽ 96 മുകളിലേക്ക് വന്നുകൊണ്ട് എക്കാലത്തെയും വലിയ വീഴ്ചയാണ് രേഖപ്പെടുത്തിയത്. ഇതുകൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 106 മുതൽ 109 എന്ന റേഞ്ചിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തികച്ചും പ്രതികൂലമായിട്ടുള്ള ഈ നമ്പേഴ്സൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ മാർക്കറ്റ് അതിനോട് വളരെ നിസ്സംഗമായിട്ടാണ് പ്രതികരിച്ചത്. വലിയ ഇടിവൊന്നും കാണിക്കാതെയാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ നിഫ്റ്റി 23,800 മുകളിലേക്ക് പോയിരുന്നു. അതൊരു കീ റെസിസ്റ്റൻസ് ലെവലായിരുന്നു. പക്ഷേ ആ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് ആയില്ല. അങ്ങനെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിങ്ങിലേക്ക് നിഫ്റ്റി വരികയും ചെയ്തു. ഇന്ന് 23,643 എന്ന ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിലുള്ള ടെക്നോളജി സ്റ്റോക്കുകളിലെ മുന്നേറ്റം അത് ഇന്ന് ഇന്ത്യൻ IT സ്റ്റോക്കുകളിലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അതാണ് തുടക്കത്തിൽ മാർക്കറ്റിന് മുന്നോട്ടേക്ക് നയിച്ചത്. എന്നാൽ നമുക്കറിയാം IT സ്റ്റോക്കുകളിൽ വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ നല്ല തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് IT സ്റ്റോക്കുകൾ നടന്നതാണ് മാർക്കറ്റിനെ പിറകോട്ട് വലിച്ചത്. എങ്കിൽ പോലും IT ഇൻഡെക്സ് ആണ് ഇന്ന് എല്ലാ ഇൻഡെക്സുകളെയും ഔട്ട് പെർഫോം ചെയ്തുകൊണ്ട് 1% കൂടുതൽ പോസിറ്റീവായി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് അവസാനിച്ച ഡൊണാൾഡ് ട്രംപിൻ്റെയും ഷീ ജിൻപിങ്ങിൻ്റെയും കൂടിക്കാഴ്ച അത് ഗ്ലോബൽ മാർക്കറ്റ് ഉറ്റുനോക്കിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ബീജിങ്ങിൽ ആ ഒരു ചർച്ചകൾക്ക് ശേഷം ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഫാന്റാസ്റ്റിക് ട്രേഡ് ഡീൽസ് ഉണ്ടായി എന്നൊക്കെയാണ്. അപ്പോൾ ചൈന അമേരിക്കയിൽ നിന്ന് കൂടുതൽ വിമാനങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും വാങ്ങാൻ ധാരണയായിട്ടുണ്ട്. ഇത് ഗ്ലോബൽ ട്രേഡ് വാറിന് ഒരു അറുതി വരുത്തുമെന്നാണ് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇറാൻ US സംഘർഷത്തെ തുടർന്ന് തടസ്സപ്പെട്ടിട്ടുള്ള സ്ട്രെയിറ്റ് ഓഫ് ഹോർമസുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അത് തുറക്കണമെന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും യോജിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ കോൺക്രീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ വന്നതായിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ടാവാം ഇന്ന് ക്രൂഡ് പ്രൈസിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഏവിയേഷൻ, ഹെൽത്ത് എന്നീ മേഖലകളിൽ സഹകരിക്കാൻ ഈ രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഗ്ലോബലായിട്ട് ടെക്നോളജിക്കൽ സ്റ്റോക്കുകളിൽ ഒരു മുന്നേറ്റത്തിന് സാധ്യതയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ആ ചർച്ചകൾക്കിടയിലും തായ്വാൻ വിഷയത്തിൽ ഷീ ജിൻപിങ് കടുത്ത മുന്നറിയിപ്പ് നൽകിയത് കാരണം അത് ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്ന ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. താൽക്കാലികമായിട്ട് തായ്വാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു കാർമേഘങ്ങൾ നീങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഷീ ജിൻപിങ് വരുന്ന സെപ്റ്റംബറിൽ അമേരിക്ക സന്ദർശിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇത് ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ഈ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ ചലനങ്ങളൊന്നും ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് മൊത്തം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇടിവുമായി താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് വലിയ തകർച്ചയില്ലാതെ പിടിച്ചു നിന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കൊറിയയുടെ കോസ്പിയൊക്കെ 6% ഇന്ന് ഇത് ഇടിഞ്ഞിട്ടുള്ളത്. അതുപോലെ ജപ്പാനിലെ നിക്കിയും ഏകദേശം 2% ഇടിവ് രേഖപ്പെടുത്തിയായിട്ടും കാണാം. രണ്ട് വ്യത്യസ്ത കാരണങ്ങൾ കാണാം. ഒന്ന്, ഈ ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ചയിൽ തായ്വാൻ വിഷയത്തിൽ ചൈന കുറച്ച് കടുപ്പിച്ച നിലപാടുകൾ എടുത്തതാണ് കൊറിയൻ ഇൻഡെക്സിൽ നെഗറ്റീവായി വന്നിട്ടുള്ളതെങ്കിൽ ജപ്പാനിലെ ഇൻഫ്ലേഷൻ നിരക്ക് 4.9% ഉയർന്നത് അവിടുത്തെ സെൻട്രൽ ബാങ്ക് ഇനിയും പലിശ നിരക്ക് കൂട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലേക്കുള്ള ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതാണ് ജപ്പാൻ ഇൻഡെക്സ് ആയിട്ടുള്ള നിക്കി 225 2% ഇടിയാൻ കാരണമായിട്ടുള്ളത്. ഇതുകൂടാതെ അമേരിക്കയിലെ ട്രഷറി ബോണ്ട് ഈൽഡ് ഉയർന്നതും ഈ ഏഷ്യൻ മാർക്കറ്റുകളിൽ ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് അവിടെ ഉയർന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഡൊമസ്റ്റിക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത് പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടായിട്ടുള്ള വർധനമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഫ്യൂവൽ പ്രൈസ് ഹൈക്ക് ചെയ്യുമ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ നല്ല മുന്നേറ്റം ഉണ്ടാകാറുണ്ട്, പ്രത്യേകിച്ച് BPCL, HPCL, IOC പോലെയുള്ള സ്റ്റോക്കുകളിൽ. എന്നാൽ ഇന്ന് അവിടെ സംഭവിച്ചത് നേരെ തിരിച്ചിട്ടുള്ള കാര്യമാണ്. 3% മുതൽ 4% വരെ BPCL, HPCL, IOC ഒക്കെ ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പെട്രോൾ വില ഉയർത്തിക്കൊണ്ട് ഗവൺമെൻറ് ഈ കമ്പനികളെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും 3 രൂപ മാത്രമാണ് സർക്കാർ വർദ്ധിപ്പിച്ചത്. എന്നാൽ ഇവിടെ മാർക്കറ്റ് പ്രതീക്ഷിച്ചത് 5 മുതൽ 6 രൂപ വരെയുള്ള ഒരു വർധനമാണ്. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില 107, 109 ലെവലിലേക്കൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു നിരക്ക് വെച്ചുകൊണ്ട് നഷ്ടമില്ലാതെ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ പെട്രോളിനും ഡീസലിനും കുറഞ്ഞത് 15 രൂപ മുതൽ 20 രൂപ വരെ വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ നിലവിൽ 3 രൂപ കൂട്ടിയാൽ പോലും ഒരു ലിറ്റർ പെട്രോളിന് ഏകദേശം 17 മുതൽ 18 രൂപയുടെ നഷ്ടം ഇപ്പോഴും ഈ കമ്പനികൾ നേരിടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു ദിവസം 1000 കോടിയോളം രൂപയ്ക്ക് മുകളിലുള്ള ഒരു നഷ്ടം ഈ കമ്പനികൾ സഹിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഏതായാലും ഇതൊരു തുടക്കം മാത്രമായിരിക്കും. കാരണം അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇതേ ലെവലിൽ തന്നെ ഒരു മാസമൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഘട്ടം ഘട്ടമായിട്ട് പെട്രോൾ പ്രൈസ് ഉയർത്തേണ്ടി വരുമെന്നാണ് പൊതുവെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്.
അതുപോലെ ഇന്ന് മാർക്കറ്റിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് നമ്മൾ കാണുന്നത് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ്. അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണത്. അപ്പോൾ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി, അദ്ദേഹത്തിന്റെ അനന്തരവനായിട്ടുള്ള സാഗർ അദാനി എന്നിവർക്കെതിരെ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ചുമത്തിയ കുറ്റങ്ങൾ പിൻവലിക്കാൻ തീരുമാനിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ 2024 നവംബറിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന കാലത്താണ് ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ അതിന്മേലുള്ള ക്രിമിനൽ നടപടികൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം $18 മില്യൺ പിഴയായിട്ട് അടക്കാമെന്ന് അദാനി ഗ്രൂപ്പ് ഓൾറെഡി സമ്മതിച്ചിരുന്നു. അപ്പോൾ കേസ് നീണ്ടുപോകാതിരിക്കാനുള്ള ഒരു ഒത്തുതീർപ്പ് മാത്രമാണിത്. അപ്പോൾ കഴിഞ്ഞ മാസം ഈ അഭിഭാഷകൻ അമേരിക്കൻ നീതിന്യായ വകുപ്പിന് മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ടിൽ അദാനിക്കെതിരെയുള്ള തെളിവുകൾ ദുർബലമാണെന്നും ഈ കേസ് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഒക്കെ വാദിച്ചിരുന്നു. അപ്പോൾ അവിടെ അദാനി മറ്റൊരു ഓഫറും കൂടി കൊടുത്തു. അതായത് ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ $10 ബില്യൺ നിക്ഷേപം നടത്തുമെന്നും 15,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ട്രംപിന് വാഗ്ദാനം നൽകിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പല നീക്കങ്ങൾ കൊണ്ടാണ് ഫൈനലായിട്ട് ഇതൊരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതെന്നാണ് സൂചനകൾ. എങ്കിൽ പോലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മാർക്കറ്റിൽ അദാനി സ്റ്റോക്കുകളിൽ ആ രീതിയിലുള്ള ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിലും ചില സ്റ്റോക്കുകളിൽ പോസിറ്റീവാണ്. അദാനി പോർട്ട്, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി എൻ്റർപ്രൈസ് ഒക്കെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദാനി ഗ്രീൻ 2% ഇടിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദാനി സ്റ്റോക്കുകളിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടായേക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ ഇന്നലെ പുറത്ത് വന്നിട്ടുള്ളത് ഇന്ത്യയുടെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. അപ്പോൾ ഈ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ കഴിഞ്ഞ 42 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഏപ്രിൽ രേഖപ്പെടുത്തിയത്. കാരണം മാർച്ചിൽ 3.88% മാത്രമായിരുന്ന ഇൻഫ്ലേഷൻ 8.3%ലേക്കാണ് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഫ്യൂവൽ ആൻഡ് പവർ ഇൻഫ്ലേഷനാണ് ഈ രീതിയിലുള്ള ഒരു സ്പൈക്ക് ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ ക്രൂഡ് ഓയിലിൻ്റെ ഹൈക്ക് 88%ഓളം ഉയർന്നതും ഈ ഒരു ഇൻഫ്ലേഷനെ വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതമായിരിക്കും ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാക്കുക. കാരണം ബേസിക് മെറ്റൽസ്, കെമിക്കലുകൾ എന്നിവയുടെ വില വർദ്ധിച്ചത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആകെ ആശ്വാസകരമായിട്ടുള്ള ഒരു ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഫുഡ് ഇൻഡെക്സിൽ മാത്രമാണ്. അവിടെ 2.31% മാത്രമേ ഉയർന്നിട്ടുള്ളൂ. പക്ഷേ റോ മെറ്റീരിയൽസ് ഇൻപുട്ട് കോസ്റ്റ് വലിയ തോതിൽ ഉയർന്നത് കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻ കുറക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മെല്ലെ മെല്ലെ ആയിരിക്കും നമ്മുടെ റീറ്റെയിൽ മാർക്കറ്റിലേക്ക് വരിക. ഇതുകൂടാതെ ഇത്തരത്തിലുള്ള ഒരു ഇൻഫ്ലേഷൻ ഉയരുകയാണെങ്കിൽ റിസർവ് ബാങ്ക് തീർച്ചയായിട്ടും ഒരു റേറ്റ് കട്ടിനെ കുറിച്ച് ഒരിക്കലും ആലോചിക്കുകയില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനും അത്തരത്തിലുള്ള ഒരു പോളിസി ചേഞ്ചിലേക്കും ഒരുപക്ഷെ RBI പോയേക്കാം. അപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടാക്കിയിട്ടുള്ള ഈ ഫ്യൂവൽ ക്രൈസിസ് അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ ഒരു 8.3%ൻ്റെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ക്വാർട്ടറുകളിൽ നമ്മുടെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് ഒരുപക്ഷെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലാവാനുള്ള എല്ലാ സാധ്യതയുമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലെവലുകൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാർക്കറ്റിലെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ വെച്ച് വിശകലനം ചെയ്യുമ്പോൾ കാണുന്നത് PCR റേഷ്യോ ഇപ്പോൾ 0.85, 0.92 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ഇതൊരു ന്യൂട്രൽ ടു ബിയറിഷ് സൂചനയാണ് നൽകുന്നത്. രാവിലെ കണ്ട ഒരു ആവേശം മാർക്കറ്റിൽ നിലനിർത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഒരു കൺസോളിഡേഷനാണ് മാർക്കറ്റിൽ നടന്നത്. ഇപ്പോൾ 23,800, 23,900, 24,000 എന്നീ സ്ട്രൈക്കുകളിൽ നല്ല തോതിൽ കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്നും മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓപ്ഷൻ സെല്ലേഴ്സ് സമ്മതിക്കില്ല എന്നാണ് ആ ഒരു കോൾ അഡീഷൻസിൽ നിന്നും മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ 23,500 ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അപ്പോൾ 28,500 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഷോർട്ട് ടേമിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ 23,700 നിന്നും ഇന്ന് മാർക്കറ്റ് 23,643 വന്നത് അവിടെയുള്ള പുട്ട് റേറ്റേഴ്സിനെ ആശങ്കയിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് 23,700, 750 ലെവലുകളിൽ നിന്ന് വലിയ തോതിൽ അൺവൈൻഡിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇന്നും താഴോട്ടേക്ക് പോകാനുള്ള സാധ്യതകളാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും 23,500 ശക്തമായ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോകാത്തിടത്തോളം കാലം മാർക്കറ്റ് പോസിറ്റീവ് തന്നെയാണ്. 23,750 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ 23,850, 24,000 മേജർ റെസിസ്റ്റൻസ് ആയിട്ടും അവിടെ തുടരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.